ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന കർമ്മയോഗമുണ്ടല്ലോ, ആ കർമ്മയോഗത്തെക്കുറിച്ച് പല ആവർത്തി സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും വീണ്ടും അതേക്കുറിച്ച് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കർമ്മകാണ്ഡത്തിലൂടെയാണ് ഈ കർമ്മങ്ങൾ നിരന്തരം ചെയ്താണ് നാം ഇവിടെ ഈ ജീവിതം പൂർത്തീകരിക്കുന്നത്. പൂർവ്വജന്മത്തെക്കുറിച്ചോ പുനർജന്മത്തെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാൻ തൽക്കാലം നമുക്കതിനൊരു അവസരം വേണ്ട. നമ്മൾ ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. ഈ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ കർമ്മങ്ങൾ നാം ഭംഗിയായി അനുഷ്ഠിച്ചാൽ പിന്നീട് നമുക്ക് അടുത്ത ജന്മം എന്താകുമെന്നും അല്ലെ ആ ജന്മത്തേക്കുള്ള മുതൽക്കൂട്ടിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ വകയുള്ള ചിന്തകളൊന്നും നമുക്ക് ബാധകമല്ല. ഈ ഇപ്പോൾ നടക്കുന്ന ഈ ജന്മത്തിൽ നമുക്ക് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഇതിപ്പോഴെൻ്റെ അവസ്ഥയാണ്. എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്ന നിശ്ചയമാണ്, അല്ലെങ്കിൽ തീരുമാനമാണ്. ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടികളാണ്. ആ ഒരു ബുദ്ധിയോടുകൂടി, ആ ഒരു സ്ഥിരതയോടുകൂടി, അങ്ങനെ ഒരു ചിന്തയോടുകൂടി സ്ഥിരമായി നാം അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഈ അവസ്ഥയെ, ഏതവസ്ഥ തന്നെ ആയിക്കോട്ടെ, നല്ല അവസ്ഥയാണേലും മോശം അവസ്ഥയാണേലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചാൽ നമുക്ക് അതാത് ദിവസങ്ങളിൽ അതാത് അവസരങ്ങളിൽ നമുക്ക് വളരെ സന്തോഷമായി സമാധാനമായി ജീവിതത്തെ കാണാൻ കഴിയും. അതാണ് ശരിക്കും ഒരു കർമ്മ സിദ്ധാന്തം തന്നെ ഭഗവത്ഗീതയിൽ പറയുന്ന ആ കർമ്മം. അതൊരു വർണ്ണാശ്രമധർമ്മപ്രകാരം 4 ആശ്രമങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഭഗവത്ഗീതയിലെ കണ്ടന്റ് തന്നെ ആ കർമ്മ സിദ്ധാന്തം തന്നെയാണ്. നമ്മൾ ഈ 4 ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാശ്രമം, ഇത് 4ഉം നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുന്നതാണ്. ഈ ജന്മത്തെ കാര്യം മാത്രം നോക്കൂ. മറ്റ് ജന്മങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ അറിയുന്നില്ല. നമുക്കതിനെക്കുറിച്ച് എങ്ങും ഒരു ഓർമ്മയില്ല. പിന്നെ ഓരോന്നും ഇതെങ്ങനെ സംഭവിച്ചു, ഞാൻ ആർക്കും ദ്രോഹം ചെയ്യാഞ്ഞിട്ടും എൻ്റെ ജീവിതം ഇത്ര ദുരിതമായതെങ്ങനെ, അല്ലെങ്കിൽ എന്നെക്കാളും മോശം കർമ്മം ചെയ്യുന്നവർ നന്നായി സമാധാനമായി ജീവിക്കുന്നു, ഞാൻ എത്ര ഭഗവാനോട് ഭക്തിയോടെ ജീവിച്ചിട്ടും എനിക്ക് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ലല്ലോ ജീവിതത്തിൽ എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് തോന്നുന്ന പരിദേവനങ്ങളാണ്, ചിന്തകളാണ്, വിഷമങ്ങളാണ്. ഈ വിഷമങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയാണ് അവർ ചെയ്ത നന്മയുടെ കർമ്മങ്ങൾ ആയിരിക്കാം, പൂർവ്വജന്മം ചെയ്ത നന്മയുടെ കർമ്മഫലമാകാം ഇപ്പോൾ അവർ നന്നായിരിക്കുന്നതെന്നും, നാം പൂർവ്വജന്മത്തിൽ ചെയ്ത ഏതെങ്കിലുമൊക്കെ ദുരിതങ്ങളുടെ ഫലമാകാം നാം ഇപ്പോൾ ഭഗവാനെ ധ്യാനിക്കാൻ തന്നെ നമുക്ക് തോന്നുന്നത്. അന്ന് ചെയ്ത ദോഷഫലങ്ങൾ തീരാൻ വേണ്ടി വീണ്ടും നാം ജന്മമെടുക്കുകയും പുതിയ ജന്മത്തിൽ നാം ഭഗവത് സേവയിലൂടെ നാം ചെയ്ത പാപങ്ങൾ കഴുകിക്കളയുമാകാം ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം കർമ്മം ഫലത്തെ ഓർത്ത് സമാധാനിക്കാം. അതുകൂടാതെ ഇനിയും നാം ചെയ്യുന്ന കർമ്മങ്ങൾ, ഇപ്പോൾ ഈശ്വര സേവയിലൂടെ അല്ലെങ്കിൽ ധർമ്മബോധത്തിലൂടെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ, ഈശ്വരനെ നിരന്തരം സേവിക്കുക എന്നുള്ള കർമ്മമല്ല. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി ധർമ്മത്തോടുകൂടി, ഡെഡിക്കേഷനോടുകൂടി, സമർപ്പണത്തോടുകൂടി ഓരോ കർമ്മങ്ങളും ചെയ്യും. അപ്പോൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് അടുത്ത ജന്മത്തേക്കുള്ള മുതൽക്കൂട്ടുകൾ. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് തന്നെയല്ലേ ഒരു ചിന്താഗതി തന്നെ നമ്മുടെ ഇടയിലില്ലേ? നമ്മുടെ വർക്ക് തന്നെയാണ് വർഷിപ്പ്. അതായത് നാം ചെയ്യുന്ന ഏത് വർക്കുകൾ, ഏത് ധർമ്മങ്ങളും ഏത് കർമ്മങ്ങളും അത് ധർമ്മബോധത്തോടുകൂടി ഈശ്വര സമർപ്പണമായി ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ എന്നിലിരുന്ന് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പോൾ അത് തെറ്റാൻ പാടില്ല, കൃത്യമായി ചെയ്യണം. ആ ഒരു ബോധത്തോടുകൂടി ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈശ്വരാർപ്പണം. പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ എനിക്ക് ഭഗവാന്റെ ഒപ്പം ഇരിക്കുവാനോ നാമം ജപിക്കുവാനോ പറ്റിയില്ലല്ലോ എന്നൊരു വേദനയൊന്നും, അങ്ങനെ ഒരു നിരാശ ആർക്കും വേണ്ട. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മകാണ്ഡത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഗൃഹസ്ഥാശ്രമിയാകുമ്പോൾ ആ ഗൃഹത്തിനും ആ കുടുംബത്തിനും വേണ്ടുന്ന, സമൂഹത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ എന്താണോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മൾ ഏത് നിസ്സാര ജോലി ചെയ്താലും ഏത് വലിയ ജോലി ചെയ്താലും, അതല്ല ജോലിയൊന്നുമില്ലാതെ ഭവനങ്ങളിലിരുന്ന് അവനവൻ്റെ കുടുംബകാര്യങ്ങളാണ് ഭംഗിയായി ചെയ്യാൻ നമ്മളെ ഭഗവാൻ നിയോഗിച്ചതെങ്കിൽ അതും വളരെ ഭംഗിയോടെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ജോലി തന്നെയാണ് ഭഗവത് സേവ. അതിനുപരിയായി ഒരു സേവ വേറെ ഇല്ല.
ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയായിട്ട് ബ്രഹ്മചര്യ എന്ന് പറയുന്ന ആദ്യത്തെ ആശ്രമത്തിലൂടെ കടന്നു പോവുക എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുക എന്നതാണ്. വിദ്യ അർത്ഥിക്കുന്നവൻ, ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ, അവൻ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായ അതിൻ്റെ ഡെഡിക്കേഷൻ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നന്നായി വരികയുള്ളൂ. ആ റിസൾട്ട് നന്നായി വരുമ്പോഴാണ് അടുത്ത ആശ്രമമായ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശനം, ആ ഗൃഹസ്ഥാശ്രമിയാകുന്നവന് ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അവന് കിട്ടുകയുള്ളൂ. ആദ്യം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അടുത്ത കർമ്മത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ നന്മയും തിന്മയും വെച്ചിരിക്കുന്നത്. അപ്പോൾ തോന്നും, ഞാൻ നന്നായി പഠിച്ചു, എനിക്ക് എല്ലാറ്റിനും ഫുൾ മാർക്ക് കിട്ടി, നല്ല സർട്ടിഫിക്കറ്റ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് നല്ല ജോലിയില്ല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ടാവും. എനിക്ക് എന്നിട്ട് ഞാൻ ഗൃഹസ്ഥാശ്രമിയായിട്ട് നല്ല ഗൃഹത്തിൽ അല്ലെങ്കിൽ നല്ല ഒരു ജീവിതം എനിക്ക് കിട്ടുന്നില്ല, ആ ഗൃഹസ്ഥാശ്രമിയുടെ സന്തോഷം എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ എത്ര വലിയ പഠിത്തം അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാലും നമുക്ക് ആ യോഗ്യതയിലൂടെ നമുക്ക് കുറേ ജ്ഞാനം ലഭിച്ചില്ലേ, നമ്മൾ അതിനനുസരിച്ചുള്ള പദവിയായിരിക്കും നമുക്ക് ലഭിക്കാതിരുന്നത്. പക്ഷെ നാം ജീവിക്കുന്നില്ലേ, നമുക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള വരുമാനം ഭഗവാൻ തരുന്നില്ലേ? നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ജീവിക്കുവാൻ അനുഗുണമായ സാഹചര്യങ്ങളും കുടുംബവും ബന്ധനങ്ങളും എല്ലാം നമുക്കില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. അതുമില്ലാത്തവർ എത്രയോ പേരുണ്ടാവും. അപ്പോൾ നമുക്കത് ആ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ലക്ഷ്യം കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് വരാതിരുന്നത്. ലക്ഷ്യം തരാതിരുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് നമ്മളിലേക്ക് ലക്ഷ്യം ആഗ്രഹങ്ങളൊക്കെ തരുകയും തരാതിരിക്കുകയും ചെയ്യുന്നത്? ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്, നീ ഇന്ന കർമ്മം ചെയ്താൽ മതി. അപ്പോൾ ആ കർമ്മത്തിനനുസരിച്ചുള്ള ആ കർമ്മങ്ങളിലൂടെയാണ് നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ അനന്തരഫലം അനുഭവിക്കുക എന്ന കർമ്മ സിദ്ധാന്തത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഭഗവാന് കൃത്യമായിട്ടറിയാം നാം ഇനിയും എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ ഈ ശരീരം എടുത്ത് വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്, നീ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോകുമെന്നായിരിക്കും ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത്രയുമുള്ള ചിന്തകളോ അല്ലെങ്കിൽ വാസനകളോ അല്ലെങ്കിൽ ടാലൻസോ അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹമോ നമുക്ക് വരികയുള്ളൂ. വലിയ വലിയ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുന്നത്, ഇപ്പൊ APJ അബ്ദുൽ കലാം സാറിന്റെ മനസ്സിൽ എനിക്ക് പക്ഷിയെ പോലെ പറക്കണമെന്ന ആഗ്രഹം വന്നത് അദ്ദേഹത്തിന്റെ കർമ്മം, അദ്ദേഹം ആ പറക്കലിന്റെ തലതൊട്ടപ്പനാകാനുള്ള കർമ്മയോഗം അദ്ദേഹത്തിന് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ആഗ്രഹം വന്നത്. നമ്മളിൽ ഓരോരുത്തരിലും ഈ ആഗ്രഹം വരുത്തുന്നതും വരുത്താതിരിക്കുന്നതും നമ്മുടെ കർമ്മങ്ങൾ ഇത്രയൊക്കെ ചെയ്യണം, ആ കർമ്മത്തിന്റെ ഫലമനുസരിച്ചാണ് നമ്മളിൽ ഭഗവാൻ തന്നെയാണ് ആഗ്രഹം തരുന്നതും ആഗ്രഹം തരാതിരിക്കുന്നതും. നമുക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അത് തെറ്റാണല്ലോ, അത് ശരിയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരുന്നതും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. നമുക്ക് അറ്റൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശ്രദ്ധ പോവുകയുള്ളൂ. നമുക്ക് എന്താണോ വരാനിരിക്കുന്നത് അത് നമ്മൾക്ക് ആര് തടസ്സം നിന്നാലും നമുക്കത് സംഭവിച്ചിരിക്കും. കാരണം കർമ്മഫലം അത് വളരെ വളരെ പ്രകൃതി നിയമമനുസരിച്ച് വളരെ സത്യമായിട്ടുള്ള കാര്യവും ശക്തമായിട്ടുള്ള കാര്യവുമാണ്. പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ മനുഷ്യന്റെ ബുദ്ധികൾക്ക് സാധിക്കുമോ? ഒരാൾക്ക് വരാനിരിക്കുന്ന കർമ്മത്തെ തടയാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ എത്ര നന്നായിരുന്നു, അത് എത്രയോ നല്ലതായിരുന്നു. ദോഷകർമ്മങ്ങൾ വരുമ്പോൾ മറ്റൊരാളങ്ങ് തടഞ്ഞാൽ പോരെ, നമുക്ക് ദോഷം ഏൽക്കാതിരിക്കുമല്ലോ. നമ്മുടെ സത്കർമ്മങ്ങൾ വരുമ്പോൾ അസൂയുള്ളവർ തടഞ്ഞാൽ ആ സൽക്കർമ്മങ്ങളുടെ ഫലം നമുക്ക് കിട്ടാതിരിക്കുമോ? ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ മാത്രമേ നന്നാവുകയുള്ളായിരുന്നു. നമ്മൾ എവിടെയും ആരെയും വലിയവരാകാൻ അനുവദിക്കില്ലായിരുന്നു. നമ്മുടെ കർമ്മം നമുക്ക് തന്നെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കർമ്മഫലം മറ്റുള്ളവരുടെ ക്യാരക്ടറൊക്കെ നമ്മുടെ ചീത്ത കൂട്ടുകെട്ടിൽ ചേർന്ന് ചീത്ത കൂട്ടുകെട്ടായി മാറി ക്യാരക്ടറിന് അസാസിനേഷനൊക്കെ സംഭവിക്കാം. പക്ഷേ നമ്മൾക്ക് വരാനിരിക്കുന്ന കർമ്മം നമ്മുടെ സംസ്കൃതി അനുസരിച്ച് നമുക്ക് നേടിയെടുക്കേണ്ട കർമ്മഫലവും കർമ്മങ്ങളുടെ ദുരിതവും ആർക്കും തടയാൻ കഴിയില്ല. എല്ലാം നാം തന്നെ അനുഭവിക്കണം. കാരണം നാം ചെയ്തു വെച്ച കാര്യം നമുക്ക് തന്നെ അല്ലേ കിട്ടൂ, വേറൊരാൾക്കത് കിട്ടുമോ? നാം ഏത് പ്രവൃത്തി തുടങ്ങിയോ ആ തുടങ്ങിയതിന്റെ ബാക്കി അനുഭവിക്കുകയാണ് നാം ഇപ്പോൾ.
അപ്പോൾ നാം ചെയ്ത ദുഷ്കർമ്മമാണെങ്കിൽ അതിൻ്റെ ഫലം നാം അനുഭവിക്കുന്നു. പക്ഷേ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങൾ മാത്രം അനുഭവിക്കുവാൻ വേണ്ടി ഒരു ജന്മവും സത്കർമ്മങ്ങളുടെ ഫലം മാത്രം അനുഭവിക്കാൻ വേണ്ടി ഒരു ജന്മവും വളരെ അപൂർവമാണ്. ഇത് രണ്ടും കൂടി ഇടകലർന്ന് ഉള്ള ഒരു സഞ്ചിത കർമ്മഫലമാണ് നാം അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ അങ്ങ് പൂർണ്ണമായും അങ്ങ് എത്ര ദുരിതത്തിൽപ്പെടുന്ന വ്യക്തി ആ ഒരു കാലഘട്ടത്തിലായിരിക്കും അവർക്ക് അത്രയും ദുരിതമോ ദുഃഖങ്ങളോ അനുഭവിക്കുന്നത്. ആ സമയത്ത് അവരോട് ചോദിച്ചാൽ പറയും, യോ എന്നെപ്പോലൊരു ജീവിതം ഈ ഭൂമിയിൽ ആർക്കുമില്ല, ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് കണക്കില്ല, ഇത്രയും മോശ ജന്മം ഇനി ആർക്കും ഉണ്ടാകല്ലേ ഭഗവാനെ എന്നൊക്കെ അവർ പറയാം. അതിൻ്റെ തീച്ചൂളയിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത്. കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ അല്പനാളുകൾ കഴിഞ്ഞിട്ട് അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്കും ഒരു ആശ്വാസം ഉണ്ടാവും, ഒരു നല്ല കാര്യം പറയാനുണ്ടാവും. അവരുടെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ പറയാനുണ്ടാവും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓരോ വ്യക്തികളിൽ നിന്നും അവരുടെ സംസാരം. അപ്പോൾ അന്ന് അവർ കരഞ്ഞതൊക്കെ എത്ര കരഞ്ഞ് സംസാരിച്ചതൊക്കെ എത്ര വെറുതെ ആയിപ്പോയി എന്ന് ഞാൻ സ്വയം ചിന്തിക്കും. കാരണം ആ ഒരു അവസ്ഥ, എല്ലാ അവസ്ഥയും കടന്നു പോകും. ഈ അവസ്ഥയും ഈ നിമിഷവും കടന്നു പോകും. കാലമാകുന്ന കാലമാകുന്ന ആ മഹാ പെരുമ്പാമ്പെന്ന് വേണേ കാലത്തെ പറയാം. ഭഗവാൻ കാലമാകുന്ന ആ അനന്തന്റെ മുകളിലാണ് ഇങ്ങനെ ശയിക്കുന്നത്. ആ അനന്തന്റെ അനേകായിരം വാകളിലൂടെയാണ് കാലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലപ്രവാഹത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നമുക്കതിനെക്കുറിച്ചൊരു ബോധമില്ല. നമ്മൾ ജനിച്ചതിന് ശേഷം ജനിച്ചു വന്നത് ഒരു പ്രവാഹത്തിലേക്ക് വന്ന് പെട്ടതാണ്. ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ ചലനാത്മകമായിട്ടുള്ള ഒരു പ്രവാഹത്തിലേക്ക്, ഒരു തിരമാലയിലേക്ക് നമ്മൾ എപ്പോഴോ വന്ന് ഭവിച്ചതാണ്. അതിനോട് അനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നദിയിൽ വീണ ഒരു പുഷ്പം നദിയുടെ ഗതി അനുസരിച്ച് ഒഴുകുന്നത് പോലെ നമ്മളിരിക്കുന്ന ഈ അനന്തകോടി ചൈതന്യ വിശേഷമാകുന്ന ആ മഹാ സുഗന്ധം മണക്കുന്ന പുഷ്പം ഒരു ശരീരം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലപ്രവാഹത്തിൽ ഒഴുകി നമ്മൾ കാലമാകുന്ന ആ നാഗത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് പ്രവേശിക്കുകയാണ്. ഭഗവാൻ ആരുടെയും ജീവൻ എടുക്കാൻ വരികയില്ല. നാം സ്വയം അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ജനിച്ചതിന് ശേഷം നമ്മൾ ഇത്രയും വയസ്സായി. ഓരോ കുട്ടിയും വളർന്നു വരുന്നു. അവന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണോ കാലത്തിനനുസരിച്ച് അവനും നീങ്ങുന്നത്? അല്ല. നമ്മൾ ജനിക്കുന്നു, ശൈശവം കഴിയുന്നു, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതിങ്ങനെ ഒഴുകി എവിടെ എത്തും? ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് അടുത്ത ഒരു പ്രവേശനത്തിലേക്കാണ് ആത്മാവ് കടന്നു പോകുന്നത്. അതിനുള്ളിൽ ചെന്നിട്ട് മറ്റൊരു രൂപം എടുത്തുകൊണ്ട് വീണ്ടും ഈ ഒഴുക്കിലേക്ക് തന്നെ വരുന്നു. ഈ ഒഴുക്കനുസരിച്ച് ഇങ്ങനെ നാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാം അറിയുന്നില്ല. പാമ്പിന്റെ വായിലകപ്പെട്ട തവളയുടെ ആഗ്രഹം, പുറത്ത് ആഹാരം കാണുമ്പോൾ അത് വാ പൊളിച്ച് നോക്കുന്നത് പോലെ ആഹാരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് ഈ കാലമാകുന്ന പാമ്പിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന നാം ഓരോരുത്തരും വെട്ടിപ്പിടിക്കുവാനും സ്വന്തമാക്കുവാനും ആക്രമിച്ച് കീഴടക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന വൃഥാഫലമെന്ന് ശ്രീരാമചന്ദ്രപ്രഭു നമ്മുടെ ലക്ഷ്മണകുമാരന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമുണ്ട് രാമായണത്തിൽ. അതുപോലെ അത്രയ്ക്ക് നമുക്ക് ഒന്നും ഒരു ഉറപ്പില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ഈ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കടന്നു പോകുന്ന ഈ കാലാഗ്നിയുടെ ആ ഉള്ളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ നമുക്ക് എവിടെയാണ് നമ്മൾ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നത്? കാലമാകുന്ന ഈ അഹിയുടെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എവിടെയും ഒരു സ്ഥിരതയില്ല. സ്ഥിരതയുണ്ടെങ്കിൽ നമ്മൾ നിശ്ചലമായിട്ട് എവിടെയെങ്കിലും സ്ഥിരമായ ഒരു അവസ്ഥയിൽ കടന്നുപോയേനെ. സ്ഥിരമായ എന്തെങ്കിലും നമുക്ക് നിലനിൽപ്പുണ്ടോ? നമ്മളുടെ ജീവിതം, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ വയസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ചിന്തകൾ, നാമുമായി ബന്ധപ്പെട്ട എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റമില്ലാതെ തുടരുന്നത് കാലം മാത്രം. അങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിനോട് അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ കരുതും, ഇതാണ് എൻ്റെ ജീവിതം, ഇത് എന്നേക്കും എനിക്ക് ദുഃഖവും മാത്രമേ ഉള്ളൂ എന്ന് തോന്നും. സുഖിക്കുന്നവരോ, ഇതാണ് എൻ്റെ ജീവിതം, എനിക്ക് കിട്ടിയ സമ്പത്തും ഐശ്വര്യവും കൊണ്ട് ഞാൻ എല്ലാ കാര്യവും സുഖിക്കും എന്ന് അവരും കരുതണ്ട. കാരണം
ഇതൊക്കെ അസ്ഥിരമാണ് ഇവിടുത്തെ ജീവിതം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് എന്തോ കർമ്മമൊക്കെ ചെയ്യാൻ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ അനന്തര ഫലമായ നന്മയും തിന്മയും ഒക്കെ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ അല്പകാലത്തേക്ക് നമ്മളൊരു ശരീരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അതിനിടയിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ, അതാത് കർമ്മങ്ങൾ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ കർമ്മം പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുന്നവൻ അടുത്ത ഗൃഹസ്ഥാശ്രമിയുടെ കർമ്മം അവൻ അതേപോലെ നന്നായി ചെയ്യാൻ കഴിയും. അപ്പോഴും എനിക്ക് നല്ല കർമ്മം കിട്ടിയില്ല എന്ന് കരുതുന്നവർ അവരുടെ കർമ്മ ഫലം കൊണ്ടാകാം, അവർക്ക് ഏത് കർമ്മത്തിനാണോ ഫലം വെച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് അവർ ആ കർമ്മത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് അവിടം കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. ആ തൃപ്തിപ്പെടുന്ന മനസ്സാണ് നമ്മുടെ ജീവിതത്തെ സന്തുലിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ ജീവിതം. ഭഗവാൻ ഇത് തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്കിനി ഇതിനോട് പൊരുതുന്നതിനേക്കാൾ ഇതിനോട് അനുകൂലമായി പോകുന്നതാണ് നല്ലത് എന്ന് നമ്മൾ ഉറപ്പിക്കണം മനസ്സിൽ. നമ്മൾ തന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പൊരുതുമ്പോഴാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളോട് പൊരുതാൻ തുടങ്ങുമ്പോഴാണ്, സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ സ്ട്രഗിളിങ്ങിന് പകരം കിട്ടിയ സാഹചര്യം സമാധാനത്തോടെ സന്തോഷത്തോടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്വസ്ഥതയുണ്ടാകും. ഇതായിരിക്കാം എനിക്ക് ഭഗവാൻ തന്ന ഡ്യൂട്ടി, ഇതായിരിക്കാം എനിക്ക് തന്ന ആ ഒരു കർമ്മഫലം. അതിൽ ഞാൻ സമാധാനത്തോടെ എനിക്ക് കിട്ടിയ ചെറിയ സാഹചര്യമായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് എത്രയോ ചുറ്റുപാടുമുള്ളവരിൽ നിന്നും മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ അതായിരിക്കും ഞാൻ കഴിഞ്ഞ ജന്മം ഇതിനേക്കാളും വലിയ മറ്റുള്ളവരെക്കാളും വലിയ ജീവിതം നയിച്ച വ്യക്തിയാകാം. പക്ഷെ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത പാപങ്ങളുടെ ഫലമാകാം ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ കർമ്മദോഷങ്ങൾ. അതും ഞാൻ അനുഭവിക്കുക തന്നെ വേണം. ഇത് ഭഗവാന്റെ ഇച്ഛയാണ്. കാരണം എന്നിൽ ഈ കർമ്മം ചെയ്യാൻ എനിക്ക് ജീവൻ തന്ന്, എൻ്റെ ശരീരത്തിന് ജീവൻ തന്ന് വെച്ചിരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാനാണ് എന്നെ കൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. ഭഗവാൻ എന്നിലില്ലെങ്കിൽ എനിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ വെറും ഡെഡ് ബോഡി ആയി പോയില്ലേ. അപ്പോൾ ഈ ഡെഡ് ബോഡി, അതായത് ജഡമായ എൻ്റെ ശരീരത്തെ ജീവസുറ്റതാക്കി വെച്ചുകൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം തരുന്നതും ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ അലസമായി ഇരിക്കുന്നതും ഭഗവാനോട് മാത്രം ഭഗവാന്റെ കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നതും എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. മുൻപൊരിക്കൽ എന്നോട് നമ്മുടെ ഈ സത്സംഗത്തിലുള്ള ആരോ ഒരാൾ ചോദിച്ചു, എനിക്ക് PSC ടെസ്റ്റൊക്കെ എഴുതണം, അതിനുവേണ്ടിയൊക്കെ ഞാൻ പഠിക്കുകയാണ്, പക്ഷേ എനിക്ക് അതിലങ്ങ് ഒരു ശ്രദ്ധയും കിട്ടുന്നില്ല. എനിക്ക് ഈ സത്സംഗങ്ങളൊക്കെ കേട്ട് ഭഗവാന്റെ കാര്യങ്ങളിൽ മുഴുകാനാണ് എനിക്ക് മനസ്സുകൊണ്ട് വലിയ താല്പര്യം. ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഭഗവാന്റെ ആഗ്രഹമാണ്. നമുക്ക് തരുന്ന ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ തരുന്നതാണ്. നമ്മൾ ഏത് വഴിയിലേക്ക് പോകണമെന്ന് നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന വഴി ഭഗവാൻ ഒരു ആഗ്രഹം തന്നെങ്കിൽ ആ വഴിയിലേക്ക് സഞ്ചരിക്കുക എന്നതായിരിക്കും ഭഗവാൻ നമുക്ക് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ തോന്നും, ഈ വഴിയെ സഞ്ചരിച്ചാൽ എനിക്ക് വല്ലതുമൊക്കെ കിട്ടുമോ, ഞാൻ ജീവിതത്തിൽ ഉയരുമോ, എനിക്ക് സമ്പത്ത് കിട്ടുമോ, ഐശ്വര്യം കിട്ടുമോ, മറ്റുള്ളവരുടെ കൂട്ട് നമുക്ക് എല്ലാ ഭൗതിക സുഖങ്ങളിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം അവിടെ വരുന്നു. ആ സംശയം വരാൻ പാടില്ല. കാരണം ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനാണ് ഒരു വ്യക്തിക്ക് താല്പര്യമെങ്കിൽ അത് ഭഗവാൻ അവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോത്തിനാണ് കുറവ് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ച സൃഷ്ടാവായ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡനാഥനായ ഭഗവാൻ നമ്മെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോടാനുകോടി ജനസംഖ്യയിൽ ജീവജാലങ്ങളിൽ ഒരു വ്യക്തിയായ നമ്മെ എത്രയോ ജീവരാശികളുണ്ട് ഇവിടെ. 84 ലക്ഷം ജീവരാശികൾ മനുഷ്യനല്ലാതെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വ്യക്തിയെ ഒന്ന് നോക്കുവാൻ ഭഗവാൻ ഒരു ശ്രദ്ധ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ എന്തെങ്കിലും ഒരു സംസാര ദുഃഖം ഭഗവാൻ ഉണ്ടാക്കി തരുമോ? ഒരിക്കലും തരില്ല. സംസാര ദുഃഖത്തിൽ നിന്ന് കൈപിടിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഓരോ വ്യക്തിയെയും കൈപിടിച്ചുയർത്തുകയാണ് ചെയ്യുന്നത്. ഭഗവാനിലേക്ക് ഏതൊരു വ്യക്തിക്ക് ശ്രദ്ധ വരുന്നോ അവർ സംസാര സാഗരത്തിൻ്റെ മറുകര എത്തുവാൻ ഭഗവാന്റെ കൈ പിടിച്ചു എന്നാണ് കരുതേണ്ടത്. അല്ലാതെ കൈ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൈ ഇടയ്ക്ക് വിടുമോ, ഞാൻ വീണ്ടും ദുഃഖത്തിൽ ചെന്ന് പെടുമോ, ഞാൻ ഇവിടെയൊക്കെ വെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുന്നതില്ലയോ എനിക്ക് ജീവിക്കാൻ ഏറ്റവും സമ്പത്ത് കിട്ടുന്ന അവസ്ഥ. ഭഗവാനോട് സംസാരിച്ചും ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടും ഭഗവത് കഥയിൽ മുഴുകിയിരുന്നാൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഗുണം കിട്ടുമോ? ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിത്യേനയുള്ള ദിവസങ്ങളെ നാം ഇങ്ങനെ ഓരോ വിഷമഘട്ടത്തിലേക്ക് തള്ളിവിടുന്നത് കാരണമാണ് നമുക്കൊരു ആയിയായ മനസ്സില്ലാതിരിക്കുന്നത്. ഉറപ്പില്ല. ആദ്യമായിട്ട് വേണ്ടത്
ഭഗവാനാണ്, ഈ പ്രപഞ്ചനാഥനായ ഭഗവാനിലേക്കൊരു ശ്രദ്ധ വന്നത് തന്നെ ഭഗവാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഭഗവാൻ ഏറ്റെടുത്തത് കൊണ്ടാണ്. എനിക്ക് ഇല്ല എന്ന് ഭഗവാൻ അറിയാവുന്നത് കൊണ്ടാണ് എന്നെ ഭഗവാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ സ്വന്തമാവുകയാണ് വേണ്ടത്. അല്ലാതെ കുറച്ച് മറ്റുള്ളവർക്കും ഇത് അല്പനേരം ഭഗവാനും എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആർക്കൊക്കെയാണോ ഭഗവാനിൽ വരുമ്പോൾ പരീക്ഷണം ഉണ്ടാകുന്നത് അവരൊക്കെയും പരീക്ഷണ വിധേയരാകുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാനിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുവാൻ വേണ്ടിയാണ് നമുക്കങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാകുന്നത് തന്നെ. ഓരോ ദുരിതങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങൾ തന്ന് നമ്മുടെ ജീവിതം കൂടുതൽ വിഷമകരമാക്കുന്നത് നാം ആ ബന്ധങ്ങളും കെട്ടുപാടുകളും വിട്ടുവിട്ട് അവസാനം പൂർണ്ണമായി ഭഗവാനിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കി നമ്മൾ പൂർണ്ണമായി സമർപ്പണ ബുദ്ധിയോടുകൂടി ഭഗവാനെ പ്രാപിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും പ്രധാനപ്പെട്ടതും ആയിട്ടുള്ള ലക്ഷ്യമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജന്മം അല്ലെങ്കിൽ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് വിചാരിക്കുന്നത് ഭഗവാനെ സ്വന്തമാക്കുക, ഭഗവാനെ അറിയുക, ഈ ബ്രഹ്മചൈതന്യത്തിൻ്റെ ഭാഗമായ നാം ബ്രഹ്മം തന്നെ എന്നുള്ള തിരിച്ചറിവ് ലഭിക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള അതുപോലെ ദ അൾട്ടിമേറ്റ് എയിം അല്ലെ ഗോൾ ഓഫ് ദ ലൈഫ്. അപ്പോൾ അതിനുവേണ്ടിയാകട്ടെ ഇന്നത്തെ ചിന്തകൾ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റേതായ കർമ്മങ്ങൾ ഒന്നും തന്നെയില്ല. ഞാൻ എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നമ്മളിരിക്കുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും എന്ത് ചെയ്താലും അതെല്ലാം എന്നിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് എന്ന ബോധം എനിക്ക് ഉള്ളതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അതുണ്ടാവണം.